ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ടയറിൽ ചെടികൾ നടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മണ്ണൊരുക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് കരിയില കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു കരിയിലയാണ് നമ്മൾ ഈ ഒരു ടയറിൽ നിറയ്ക്കാൻ പോകുന്നത്. അടിയിൽ ഏറ്റവും ബേസായിട്ട് നമ്മൾ കരിയിലയാണ് നിറച്ച് കൊടുക്കുന്നത്. ഈ ഒരു കരിയില നിറയ്ക്കുന്നതിലൂടെ നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ വളം ലഭിക്കാനായിട്ട് ഇത് ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ഈ കരിയില പെട്ടെന്ന് തന്നെ മണ്ണിൽ ദ്രവിച്ച് ചേരുന്നതാണ്. അപ്പം മണ്ണ് കൂടുതൽ വളക്കൂറുള്ളതായിട്ട് മാറും ഇതിലൂടെ. കരിയില നമ്മൾ ഇതിൽ നിറച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ നല്ല നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ഇതിൽ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുക. കാരണം നമ്മൾ പിന്നീട് ഇതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ മണ്ണിട്ട് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് താന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം കരിയില ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പച്ചക്കറികൾ നടുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിൽ കരിയില ഒരു ബേസായിട്ട് നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിൽ കരിയില ഒരു വേസ്റ്റായിട്ട് അടിഞ്ഞു കൂടുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഇതിലൂടെ പരിഹരിക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇത് ഫുള്ളായിട്ട് കരിയില നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മണ്ണാണ് നിറച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ മണ്ണാണ് ഇതിൽ നിറച്ച് കൊടുക്കേണ്ടത്. കരിയില നന്നായിട്ട് മൂടുന്ന വിധത്തിൽ നമ്മളിതിൽ മണ്ണ് ഫില്ല് ചെയ്യാണ്. ഈ ഒരു മണ്ണ് ഞാൻ നേരത്തെ കരിയില ഇട്ട് വെച്ചിട്ട് കമ്പോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്ന മണ്ണാണ്. ഇതിൽ നമ്മൾ വെണ്ണീരും മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മിക്സാണ് നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള കല്ലുകളോ കട്ടകളോ ഉണ്ടെങ്കിൽ നമ്മളത് പൊടിച്ചു കൊടുക്കുക. കല്ലുകളാവുമ്പോൾ അത് നമ്മൾ എടുത്തു മാറ്റുക. അപ്പോൾ ഇത്തരത്തിൽ ടയർ ഫില്ലാകുന്നവരെ നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കരിയില ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മണ്ണ് ഒരുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ അളവിൽ മണ്ണ് മതിയാകും. അപ്പോൾ മണ്ണില്ലാത്ത ഒരു പ്രശ്നം നമുക്കിതിലൂടെ പരിഹരിക്കാനും കഴിയും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് കരിയിലയാണ്. അതുകൊണ്ട് തന്നെ മണ്ണ് വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ഇവിടെ ഉപയോഗിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ നമ്മൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട് അടിയിലെ ലെയർ കരിയില ഇട്ടുകൊണ്ട് മണ്ണൊരുക്കുകയാണെങ്കിൽ നമ്മൾ നടുന്ന ചെടിക്ക് പെട്ടെന്ന് തന്നെ വളരാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വേരുകൾക്ക് പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കാനും കഴിയും. എന്താണെന്ന് വെച്ചാൽ കരിയില വേഗം ദ്രവിക്കുകയും ചെയ്യും. അപ്പോൾ ആ മണ്ണ് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി മാറും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രതലത്തിൽ ചെടികൾക്ക് നന്നായിട്ട് വളരാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ മണ്ണൊക്കെ നല്ല രീതിയിൽ തന്നെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയുമാണ്. എങ്ങനെ ടയറിൽ നല്ല രീതിയിൽ മണ്ണൊരുക്കാം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.